ഹായ് ഹലോ, എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കേട്ടോ. ഞാനൊന്നൊരു റിയാക്ഷൻ ചെയ്യണമെന്ന് ഓർത്തിട്ട് വന്ന വീഡിയോ അല്ല, പക്ഷേ അവരുടെ സങ്കടം കണ്ടിട്ട് അവരെ വേണ്ടാണ്ട് പറയുന്നവർക്കെതിരെ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ വീഡിയോ ഇടുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. വീഡിയോസ് എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന, നല്ല രീതിക്ക് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരോടും, അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ പല രീതിക്ക് വളച്ചൊടിച്ച് അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് റിയാക്ഷൻ ചെയ്ത് ഈ സമൂഹത്തിന് മുമ്പിൽ ദയവ് ചെയ്ത് എൻ്റെ മക്കളെ ഓർത്ത്, എനിക്ക് 5 മക്കളാണ്, അവരുടെ ഭാവി ഓർത്ത് അവരുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഒരു കണ്ടൻ്റാക്കി എടുക്കരുത്. എനിക്ക് നല്ലോണം പേടിയുണ്ട്. പേടിയുള്ളൊരു കാര്യം ആയിരുന്നു അത്. ആരുടെ മുന്നിലും പോയി പെട്ടുകൊടുക്കരുത് എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. കൊടുക്കരുതെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളായിട്ട് തന്നെയാണ് ഒരു ടോപ്പിക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ടോപ്പിക്ക് ഇട്ട് കൊടുക്കുമ്പം സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും തന്നെ അതിൻ്റെ വിമർശനങ്ങളുണ്ടാവും. അതിന് പോസിറ്റീവായിട്ട് പറയുന്നവരുണ്ടാവും, നെഗറ്റീവായിട്ട് പറയുന്നവരുണ്ടാവും. അതൊക്കെ നമ്മളായി വരുത്തി വെച്ചതല്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പരിഹാരം നമ്മൾ കണ്ടെത്തണം. നമ്മളില്ലെങ്കിൽ ഉള്ള കാര്യം ഉള്ളതുപോലെ നമ്മളെ കൊണ്ടാകുന്ന പോലെ പറഞ്ഞു നിർത്തിയിരുന്നെങ്കിൽ വേണ്ടിയില്ല. നിങ്ങൾ വീട് മാറുന്ന കാര്യങ്ങളൊന്നും പറയണ്ടായിരുന്നു. ഞാനത് റിയാക്ട് ചെയ്യുന്നത് അതിനല്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് എന്ന നിലയ്ക്കാണ് ഞാൻ റിയാക്ഷൻ ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് തന്നെ വെച്ചതെന്ന് വെച്ചാൽ നിങ്ങളുടെ സങ്കടം നിങ്ങളുടെ മുഖത്ത് കാണാം. അത്രമാത്രം നിങ്ങളൊരു ആഗ്രഹിച്ച് ഒരു ജീവിതം, ഇത്ര 5 മക്കളെയും കൊണ്ട് അതിൻ്റെ ഹസ്ബൻഡിൻ്റെ ഒപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിച്ചൊരു ജീവിതം ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് എത്രമാത്രം നമ്മളെ തകരുമെന്ന് നന്നായിട്ട് എനിക്കറിയാം. വെച്ചാൽ ഞാനൊരു അമ്മയാണ്, 2 കുട്ടികളുണ്ട്, ഒരു ഭർത്താവ് ഉണ്ട്. എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ പറയും, വീട് വിട്ട് എന്നോട് എപ്പോഴും പറയും എൻ്റെ ഹസ്ബൻഡ്, വീട് വിട്ടിറങ്ങിക്കുന്നത് തമാശയ്ക്കാണോ കാര്യത്തിലാണോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ എന്ന് ഞാൻ പറയും, ഞാൻ വീട് വിട്ടിറങ്ങത്തില്ല. വെച്ചാൽ എനിക്കും എൻ്റെ മക്കൾക്കും അവകാശപ്പെട്ട വീടാണ് ഇവിടെ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും, ഇവിടെ നിന്ന് ഇറങ്ങിത്തരൂല. ഇവിടുത്തെ അച്ഛനും അമ്മയും പറയട്ടെ, ഞാനും എൻ്റെ മക്കൾ ഇറങ്ങിത്തരാമെന്ന് ഞാൻ പറഞ്ഞു നോക്കും. വെച്ചാൽ ഞങ്ങൾക്ക് ജീവിക്കേണ്ട വീടല്ലേ. അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടാവും. ശരിക്കും എനിക്കിതൊരു കണ്ടൻ്റാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 3 വീഡിയോ ഇടാനുള്ള കണ്ടൻ്റ് ഇല്ലേ, അതും വെച്ചിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കാമല്ലോ. പക്ഷെ ഞാനത് മാക്സിമം ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊന്നും തന്നെ റിവീൽ ചെയ്യാതെ ഞാനും എൻ്റെ മക്കളും വീട് മാറി പറഞ്ഞല്ലോ, വീട് മാറുന്നു, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യം ഇല്ലായിരുന്നു. ബട്ട് നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ പുറത്ത് എന്നെ അങ്ങേയറ്റം ഏതൊക്കെ രീതിയിൽ വേദനിപ്പിക്കാൻ പറ്റുമോ അതിൻ്റെ അങ്ങേയറ്റം വേദനിപ്പിച്ചിട്ടുണ്ട് ഈ പറയുന്ന കുറേ ആൾക്കാരായിട്ടാണ് ഇതെന്നെ കൊണ്ട് പറയിപ്പിച്ചത്. അപ്പോൾ പിന്നെ അതല്ലാതെ എൻ്റെ പൊന്നു പെങ്ങളെ, വീട് മാറി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എത്രമാത്രം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് അത്ര. അപ്പം നിങ്ങളെ തന്നെ കണ്ട് ഞാനറിഞ്ഞ് നിങ്ങളെപ്പോലെ ആവണം എന്നുള്ളൊരാഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരാൾ നിങ്ങളുടെ ഹസ്ബൻഡും വൈഫും മക്കളായിട്ടുള്ള ജീവിതമൊക്കെ നിരന്തരം നമ്മൾ യൂട്യൂബിലൂടെയും അങ്ങനെ കാണുന്ന പോലാണ്. പിന്നെ ഓരോ സോഷ്യൽ മീഡിയസിലൂടെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഭാര്യയും ഭർത്താവും അടിച്ച് പിരിഞ്ഞു, മക്കളെയും കൊണ്ട് 5 മക്കളെയും കൊണ്ട് ഞാനിങ്ങ് പോരുന്നു എന്നൊക്കെ ഇത് വീഡിയോ കാണുമ്പോൾ നമുക്ക് അത് റിയാക്ട് ചെയ്ത് പോവും. സ്വാഭാവികം, അങ്ങനെയല്ലേ. പിന്നെ യൂട്യൂബിലൂടെ കാണാൻ ഇടയായത് അല്ലാതെ പൈസ വന്നപ്പോൾ ആരെങ്കിലും എനിക്ക് വേണ്ടാണ്ടായതോ അല്ലെങ്കിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ആരെങ്കിലും വേണ്ടാതായതോ ഒന്നുമല്ല. പൈസ ഇല്ലാത്ത സമയത്ത് അത്രയും കൂടെ നിന്ന് ഈ പറഞ്ഞ പോലെയുള്ള എല്ലാ സ്വത്തും ഷോപ്പുകളും വരുമാനവും എല്ലാം നേടിക്കൊടുത്തതിന് ശേഷമാണ്, ഇപ്പോഴാണ് ഞാനൊന്നുമല്ലാതെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ആ ഒരു വീട്ടിൽ നിന്ന് എൻ്റെ അധ്വാനം കംപ്ലീറ്റായിട്ട് ഞാൻ ഇട്ട ആ ഒരു വീട്ടിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഇറങ്ങി വരുന്നത്. ഓക്കെ, നമുക്ക് ഒരു ഇൻകം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പം മറ്റൊരു ഇൻകം നമ്മൾ കണ്ടെത്തി. അപ്പം സോഷ്യൽ മീഡിയ നമ്മൾ തിരഞ്ഞെടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ എത്രയോ പേര് രക്ഷപ്പെടുന്നവരുണ്ട്. അതുപോലെ നിങ്ങളും ക്ലിക്കായി രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നവരിൽ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഭർത്താവിനെ ഉപേക്ഷിച്ചു, വീടിട്ട് എറിഞ്ഞിട്ട് നിങ്ങൾ വേറെ വന്നു എന്നൊക്കെ പലതും പറയും. അതിനടുത്തൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യാൻ നിൽക്കണ്ട. വെച്ചാൽ നമ്മുടെ മക്കളെയും കൂടെ നമ്മൾ പോകുന്നു. ഇനിയുള്ള കാര്യം അവരുടെ ഭാവിയാണ്. നമ്മുടെ ജീവിതം എങ്ങനെയൊക്കെയായി തീർന്നു. എങ്കിലും മക്കളുടെ ജീവിതം നമ്മളൊരു സേഫും സ്റ്റെബിലിറ്റി ആയിട്ട് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അല്ലാഹു എന്ന് പറയും, ഞങ്ങൾ ഭഗവാനെ എന്ന് പറയും. ഞാൻ ഭഗവാനോട് നിത്യവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. നല്ലത് മാത്രം നിങ്ങൾക്ക് സംഭവിക്കട്ടെ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളിൽ നിന്നൊരു
ഒരു സന്തോഷമായ ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ സങ്കടങ്ങളൊക്കെ പോയി നല്ലൊരിത് കിട്ടും. പിന്നെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നറിയാമല്ലോ. നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി ആ വീട് വിട്ടിറങ്ങണ്ടായിരുന്നു എന്നായിരുന്നു എൻ്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ നിങ്ങൾ ആ വീട്ടിലേക്ക് സാധനങ്ങൾ എടുക്കാൻ പോകുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടു. എനിക്ക് അത്രമാത്രം സങ്കടമായി. ഞങ്ങൾ അവിടെയൊക്കെ കണ്ടിട്ടൊരു ബുദ്ധിമുട്ടോടുകൂടി നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു സങ്കടമായി. എനിക്ക് യോജിപ്പില്ല. അതേപോലെ തന്നെ ഇപ്പോൾ എന്നെക്കുറിച്ച് കുറ്റം പറയാനോ അല്ലെങ്കിൽ മക്കളുടെ വാപ്പാനെ കുറിച്ച് കുറ്റം പറയാനോ ഈ കാണുന്ന ആൾക്കാർക്ക് ആർക്കും തന്നെ അവകാശമില്ല. ആളെക്കുറിച്ച് ഈ ഭൂമിയിൽ കുറ്റം പറയാൻ അവകാശമുള്ള ഒരേ ഒരാൾ ഞാൻ മാത്രമായിരിക്കും. കാരണം ഞാനാണ് കൂടെ ജീവിച്ചിട്ടുള്ളത്. ഈ പറയുന്ന ആൾക്കാർ കൂടെ ജീവിക്കുകയെ. ആളുകൾ അങ്ങനെയാണ്. നമ്മളിപ്പം എങ്ങനെ ജീവിച്ചാലും അവർക്കറിയണ്ടല്ലോ. നമ്മളെക്കുറിച്ച് 100 തരം കുറ്റങ്ങൾ പറയുക, അതാണ് ആളുകളുടെ ഹോബി. അവരെ ഒന്നും നമ്മൾ ചിന്തിക്കരുത്. എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. അതുപോലെ തന്നെ കൂടെ ജീവിക്കുന്നവരെ അറിയൂ, പങ്കാളിയുടെ സ്വഭാവം എന്താണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയൂ. മറ്റാർക്കും അറിയാൻ പറ്റത്തില്ല. വെച്ചാൽ നമുക്ക് അവരത് എല്ലാം ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ഹസ്ബൻഡിനോണ്ടായിരിക്കും പറയാം. നമ്മൾ അവരെന്ത് കുറ്റം ഉണ്ടെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ നമുക്ക് മാത്രമേ അറിയൂ. നോക്കിയിട്ടുണ്ട്. എനിക്ക് ധൈര്യം ഇല്ലായിരുന്നു. എന്ത് തന്നെ പൈസ ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും എനിക്ക് ആ ഒരു സംഭവം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം എന്നുള്ളത് എപ്പോഴും ഒരു സപ്പോർട്ട് സിസ്റ്റം ആഗ്രഹിച്ച ഒരാളാണ്. കാരണം ഈ പറഞ്ഞ പോലെ 5 മക്കളാണ്. അയ്യോ ഞാൻ എന്ത് ചെയ്യും ഏത് ചെയ്യും, ഒന്നും ഒറ്റയ്ക്ക് ചെയ്ത ഒരു ഇതില്ലാലോ, ഒന്ന് പുറത്തേക്ക് ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോലും ഒറ്റയ്ക്ക് പോയിട്ടുള്ള ഒരു ശീലമില്ലാലോ, എന്നെ കൊണ്ട് സാധിക്കുമോ, ഇങ്ങനെയൊക്കെ പേടിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ ഒരു വഴിയും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ലാസ്റ്റ് 3 മാസത്തോളം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ദൈവം തരുന്ന ഓരോരോ ഇതായിരിക്കും. പരീക്ഷണങ്ങൾക്കൊടുവിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. അതൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുക നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ പോരാടാനായിട്ട് ഒരെതിരാളിയില്ല. ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീ, ഒരമ്മ എന്ന നിലയ്ക്ക് നമ്മളെപ്പോലത്തെ ഇത്രയും ശക്തിയും ഒരു സഹനശക്തിയുള്ള സ്ത്രീകൾ ഒരാളും ഉണ്ടാവില്ല. ആണുങ്ങൾക്ക് പോലും ഇത്ര പോലെ ജീവിക്കാനാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ.